വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് സീബ്ര കേക്കാണ്. 2 ഫ്ലേവറിലുള്ളൊരു കേക്കാണിത്. ചോക്ലേറ്റ്, വാനില ഫ്ലേവറിലുള്ളൊരു കേക്കാണിത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 തവണയെങ്കിലും നമുക്കിത് ഈ അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 കപ്പ് തൈര്, 1/4 കപ്പ് ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ബാറ്റർ ഒന്ന് തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലൂസ് ചെയ്യാനായി നമ്മളിതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ കൊക്കോ പൗഡർ, അതുപോലെ 3 ടീസ്പൂൺ പാൽ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്കിന് ചോക്ലേറ്റ് ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഒരു മിക്സാണ്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കിയ ബാറ്ററിൽ നിന്നും പകുതി ഭാഗം മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടാതെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കൊക്കോ പൗഡറിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബാറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്പൂൺ എടുത്ത് ആദ്യം 2 ടേബിൾ സ്പൂൺ വാനില ഫ്ലേവറുള്ള ബാറ്റർ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ബാറ്റർ എടുത്തിട്ട് ഈ ഒഴിച്ചു കൊടുത്ത ബാറ്ററിൻ്റെ നടുവിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബാറ്റർ തീരുന്നിടം വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പൂണിൽ ഈക്വലായി ബാറ്റർ എടുത്ത് ഇങ്ങനെ സെൻറ്ററിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തന്നെ സ്പ്രെഡ് ചെയ്ത് പോയിക്കോളും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് ഞാനിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലവർ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിത് ഇവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുത്തതാണ്. ഇനി നന്നായി ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അടിവശം ഒന്ന് കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സീബ്ര കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന തരത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ കേക്കാണിത്. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിത് കട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശത്തെല്ലാം നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ കളർ വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ സീബ്ര കേക്ക് എന്ന് വിളിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു.